ഈ ടൈം ട്രാവൽ ചെയ്തിട്ട് പുറകോട്ട് പോയിട്ട് നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയ ചിലപ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പായിരിക്കാം ഇല്ലെങ്കിൽ ശേഷമായിരിക്കാം ഈ സിനിമയിൽ ചോക്ലേറ്റ്. ഓ അനുഷേണോ ഏതായിരിക്കും? ഓ നെവിനെ എനിക്ക് തുടക്കത്തിൽ അങ്ങോട്ട് കിട്ടിയില്ലായിരുന്നു. പക്ഷെ തുടക്കത്തിലെ നെവിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര എല്ലാരും ഒന്ന് മാറി ഒരുത്തൻ അങ്ങനെ ഒരുത്തൻ ഇതുവരെ ബിഗ് ബോസ് കണ്ടിട്ടുള്ളൂ. ഒരു പുതിയ പരിപാടി. ഇനി ഇവനെ അനുകരിച്ച ആരിൽ വന്നാലേ ഉള്ളൂ. കാര്യം അവനാണ് ബിഗ് ബോസിന്റെ മൊത്തം ചരിത്രത്തിൽ ഇങ്ങനെ ഒരാള്. നവംബർ 14 2 DQന്റെ പടം വരുന്നത്. ഒന്ന് റാഫി DQ പുള്ളിയോടുള്ള ആരാധന വെച്ച് ഇട്ടതാ. അത് ശരിക്കും വിക്രമാദിത്യം കണ്ടിട്ട് ഞാനിപ്പോ അങ്ങ് പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറയാം. വിക്രമാദിത്യം കണ്ടിട്ട് ഇഷ്ടം തോന്നിയിട്ടതാണ്. എന്തെങ്കിലും ഒരു ദിവസം ദുൽഖറിനെ കാണുമ്പോൾ അടിക്കും മാറ്റണമെന്നുള്ള ആഗ്രഹം. ഇതുവരെ കണ്ടിട്ടില്ല. എന്നെ ചുറ്റിപ്പറ്റി ഇരിക്കുന്ന സർക്കിളിൽ എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഒന്ന് കാണാൻ പറ്റുമോ, കുറെ പേർക്ക് പറ്റും, എന്തെങ്കിലും ഒന്ന് കാണണം എന്നുള്ള ഭയങ്കര ഒരു ഫാൻ ബോയ്. ത്രില്ലർ സിനിമകളുടെ ഇഷ്ടമായിട്ടുള്ള മലയാള സിനിമയിൽ നിന്ന് പ്രമേയത്തിന്റെ വ്യത്യസ്തത കൊണ്ടും സ്വീകാര്യത കൊണ്ടും പുതിയ ഒരു അധ്യായം കുറിക്കാൻ വേണ്ടി എത്തുകയാണ് നിധിയും ഭൂതത്തിന്റെ കഥകളുമായിട്ട് 4 ചെറുപ്പക്കാർ നമുക്കൊപ്പം ഉണ്ട്. സ്വാഗതം അനീഷ്, ഇമോൻ, അശ്വത് ആൻഡ് അഖിൽ, റാഫി. നമസ്കാരം. യെസ്. ആൻഡ് തീർച്ചയായിട്ടും എപ്പോഴും ഭൂതത്തിന്റെ കഥകൾ കുറെ കൂടി ഇഷ്ടപ്പെടുക കുട്ടികൾക്കായിരിക്കും, അല്ലെ? കുട്ടിക്കാലത്തായിരിക്കും നമ്മൾ കുറെ കൂടി കേട്ടിട്ടുണ്ടായിരിക്കുക. തീർച്ചയായിട്ടും നിധിയും ഭൂതം എത്തുന്നതും ഒരു ചിൽഡ്രൻസ് ഡേക്കാണ്, നവംബർ 14 എന്നതാണ്. അപ്പൊ കുറെ കൂടി കുട്ടികൾ കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പ്രമേയമാണെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ, ആണോ? തീർച്ചയായിട്ടും കുട്ടികൾ അങ്ങനെ ഒരു കാറ്റഗറി പറയുന്നില്ല, പക്ഷെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം ഫൺ ബേസ് ചെയ്ത് പോകുന്ന ഒരു ത്രില്ലറാണ്. ഓക്കെ, ഒരു മിസ്റ്ററി ത്രില്ലറാണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഉണ്ട്. ഈ ഹൊററിൽ തന്നെ ഒരു പക്ഷേ ഈ ഹൊറർ കോമഡി ചിത്രങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഈ ഭൂതം എന്ന് വരുമ്പോൾ ഈ പീഡിപ്പിക്കുന്നതിനുള്ള അപ്പുറത്തേക്ക് ഇതിനെ രസിപ്പിക്കുക എന്നുള്ളൊരു സംഭവമാണ് നമ്മുടെ ആദ്യം ചിന്ത പോകാന്നുള്ളത്. കുറെ കൂടി ഇത് പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ ചിരിപ്പിക്കുകയോ ചിന്തിപ്പിക്കുകയോ രസിച്ച് കാണാവുന്ന ഒരു പരിപാടിയാണ്, ത്രില്ലറാണ്. ഭയങ്കര ടെൻഷൻ അടിച്ച പരിപാടിയല്ല, രസിച്ച് കാണാവുന്ന ഒരു ത്രില്ലറാണ് എന്നുള്ളത്. ഞാൻ മുമ്പ് കുറെ അധികം സിനിമകളിൽ പ്രൊമോഷൻ ഉണ്ട്. നിഷനോട് തന്നെ ചോദിച്ചു തുടങ്ങട്ടെ. അപ്പൊ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു വ്യത്യാസം ഉണ്ട്, അല്ലെ? ലീഡിൽ നായകനായിട്ട് ഇരിക്കുന്ന ആക്ച്വലി എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ്. എങ്കിൽ പോലും സംവിധായകനായിട്ട് മോഹിച്ച് അല്ലെങ്കിൽ സംവിധായകനാവാൻ വന്ന ഒരു ഇൻഡസ്ട്രിയിൽ കുറെ സിനിമകളുടെ ഭാഗമായി ഇപ്പോഴും ആ മോഹം അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, കുറെ കൂടി സന്തോഷം പ്രതീക്ഷയും ഏതിലാണ് നിൽക്കുന്നത് ശരിക്കും ഈ വേഷത്തിൽ നിൽക്കുമ്പോൾ? എനിക്ക് സത്യം പറഞ്ഞാൽ വന്നത് ആ ഒരു ഏരിയയിലും വർക്ക് ചെയ്ത് തുടങ്ങിയതും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടായിരുന്നു. ഇഷ്ടം എപ്പോഴും അത് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക കാര്യങ്ങളും കൂടെ സേഫ് ആക്കണമല്ലോ. ആക്ടിങ്ങിൽ പിന്നെ ആ സ്പേസ് നല്ല സുഖമായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. പിന്നെ ദൈവം സഹായിച്ച് നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു സ്പേസ് ഇങ്ങനെ വളരെ ചെറുതാണെങ്കിലും കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് തള്ളി മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാണ് ഇപ്പോൾ ഡ്രീം എപ്പോഴും അവിടെ തന്നെയാണ്. ഈ വരവന്റെ കേസ് പറഞ്ഞപ്പോഴാണ് വരവനെ മമ്മൂട്ടി ദി ബെസ്റ്റ് ആക്ടറിലൂടെയാണ്, അല്ലെ? ഇപ്പൊ മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ ആയിട്ട് ഒരിക്കൽ കൂടി വന്നിരിക്കുന്ന സമയം കൂടിയാണ് ഇരിക്കുന്നത്, അല്ലെ? ബെസ്റ്റ് ആക്ടർ ഇട്ടിരിക്കുകയാണ്. സോ ഒരു മമ്മൂക്ക മൊമെന്റിൽ തന്നെ പറയൂ, എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ അവാർഡിനാണോ? നാഷണൽ അവാർഡ് പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിന്, 100% പ്രതീക്ഷയായിരുന്നു, 100%. അതിലൊരു തർക്കമില്ല. പക്ഷെ അത് എന്തോ ബൈ ചാൻസ് കിട്ടിയില്ല. സ്റ്റേറ്റ് അവാർഡിൽ സത്യം പറഞ്ഞാൽ അതുകൊണ്ട് തൃപ്തരാണ്. നാഷണൽ അവാർഡിലായിരുന്നു നമ്മൾ, നാഷണൽ അവാർഡ് കിട്ടുന്ന ഉറപ്പിച്ചായിരുന്നു. ഈ വർഷം മാത്രമല്ല, അതിന് മുമ്പത്തെ വർഷം വരെ അങ്ങനത്തെ ഒരു പ്രതീക്ഷയല്ലോ. നല്ല നല്ല പടങ്ങളല്ലേ ഒക്കെ, എല്ലാം വളരെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ്. ഇപ്പൊ ജൂറി ചെറുപ്പം കൂടെ പ്രകാശ് രാജ് പറഞ്ഞൊരു കാര്യമുണ്ട്, മമ്മൂക്കൻ ആക്ച്വലി അവരെ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിനടുത്ത് താടിക്കാരൻ ഇവര് 3 പേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ഇപ്പോഴും ആലോചനയിലാണ്. ഈ വന്ന വരവന്റെ കേസ് പറഞ്ഞപ്പോൾ എനിക്ക് എടുത്തു പറയാൻ തോന്നിയ ഒരു കാര്യം കൂടിയായിരുന്നു. അപ്പൊ പറഞ്ഞൊരു നോട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ആദ്യ സിനിമയിലേക്കുള്ള ആ ടെൻഷനും ഇതിന്റെയും ഇടയ്ക്ക് ഞാൻ കാണുന്ന ഒരു നാടകമുണ്ട്, അല്ല പ്രമോദേട്ടന്റെ ഒരു നാടകമായിരുന്നു എന്നുള്ള സംഭവം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുന്ന സമയത്ത് ഈ ചിത്രത്തിന്റെ സെറ്റിലായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരവ് എത്രത്തോളം ഈ സിനിമകളിൽ നിൽക്കുക, എൻട്രി കിട്ടുക എന്നുള്ളത് നമ്മുടെ ഈ എന്താ പറയുക ആഗ്രഹത്തിനൊപ്പം തന്നെ കിട്ടുന്നു. പക്ഷെ ഈ നിലനിൽപ്പ് എത്രത്തോളം പ്രയാസകരമാണ് ശരിക്കും? നിലനിൽപ്പ് പ്രയാസകരം തന്നെയാണ്. പക്ഷേ അതിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടല്ലോ, തേച്ച് മിനുക്കി അദ്ദേഹം ഒരിക്കൽ കൂടെ കാണിച്ചു തന്നല്ലോ ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ്. അപ്പോ ഇതൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ ആണല്ലോ. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടില്ലാത്ത, പോയിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ഒരു ഫീൽഡിലേക്ക് നമുക്ക് ഇറങ്ങുമ്പോൾ ഇവരുടെയൊക്കെ രീതികളൊക്കെയാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്.
ഇത് സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ വിൻ ആവും എന്നാണ് പ്രതീക്ഷയിലാണ് എല്ലാം പോകുന്നത്. മുന്നോട്ട് പ്രതീക്ഷയല്ലേ. പ്രമോദന്റെ കേസ് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ കുറച്ച് നേരം കണ്ടിരിക്കാൻ ഇരുന്നിട്ട് ആ പെർഫോമൻസ് കൊണ്ട് മുഴുവൻ ആ നാടകം കണ്ടു തീർത്തു കേട്ടിട്ടുണ്ട്. അപ്പൊ പ്രമോദന്റെ ഒപ്പം മുമ്പും അല്ലെ ഞാൻ ഫസ്റ്റ് ഓഡീഷന് പോകുന്നത് ഞാൻ അങ്ങനെ ആക്ച്വലി പ്രമോദന്റെ നാടകം ഞങ്ങളുടെ നാട്ടില് നാടകോത്സവം എന്ന് പറയുന്നൊരു പ്രോഗ്രാം നടക്കാം. സുരാജ് ചേട്ടനൊക്കെയാണ് അതിന്റെ. അപ്പോ ഒരിക്കലും ഞാൻ ഓഡീഷന് പോകുന്നത് 2018 ആ സമയത്താണ് ഓഡീഷന് പോകാൻ നിൽക്കുക. അപ്പൊ കോട്ടയത്ത് എവിടെയാണ് ഓഡീഷൻ നടക്കുന്നത്. അപ്പൊ നൈറ്റ് വെഞ്ഞാറമൂട്ടിൽ നിന്ന് ബസ് പോകണം. അപ്പൊ ഞാൻ നൈറ്റ് അവിടെ എത്തുമ്പോൾ നൈറ്റ് നാടകോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്, ജംഗ്ഷനിലാണ്. അപ്പൊ നാടകം കണ്ടോണ്ടിരിക്കുമ്പോൾ പ്രമോദനാണ്. അന്ന് എനിക്ക് പ്രമോദനെ അറിയില്ല. പ്രമോദന്റെ നാടകമാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചു നേരം കണ്ടുകൊണ്ടിരുന്നു. അപ്പൊ ഏകദേശം ഒരു 11-12 മണി ആയ സമയത്താണ് ബസ്. അപ്പൊ എനിക്കത് അത് കണ്ടു തീർക്കാനും പറ്റിയില്ല. ഭയങ്കര രസമായിട്ടാണ് പെർഫോം ചെയ്തത്. അപ്പൊ അത് പുള്ളി ഇവിടെ പെർഫോം ചെയ്തിട്ടില്ല. മറ്റേ 101 വയസ്സ് ആ നാടകം തന്നെ അതന്നെ നാലാക്ഷന്റെ വിശേഷം. അത് ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്തു. അത് അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും കാണാം എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. ഞാൻ ഓഡീഷന് പോകുന്നു. ഓക്കെ. എന്നിട്ട് ഞങ്ങളുടെ സെറ്റില് ഈ നിധിംഭൂതത്തിന്റെ സെറ്റിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് 9ാമതോ 10ാമതോ സ്റ്റേറ്റ് അവാർഡ് മീൻസ് നാടകത്തിന്റെ അവാർഡ് അവിടെ വെച്ച് കിട്ടി. ഞങ്ങള് ഒരു ഇത് കേക്ക് കട്ട് ചെയ്തു. അന്ന് ഞാൻ അപ്പോഴാണ് പറയുന്നത്. അതല്ല, അന്ന് നേരിട്ട് ഞാൻ അതിനു മുമ്പ് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. പക്ഷെ അന്ന് ഞങ്ങളുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, മീൻസ് അദ്ദേഹത്തിന് അത് കൊടുക്കുന്നത്. അപ്പൊ ആ ഫംഗ്ഷൻ ആ സമയത്ത് പ്രമോദനും ഭയങ്കര സന്തോഷമായി, കണ്ടൊക്കെ നിറഞ്ഞു. അത് ഓർത്ത് വെച്ചത് പറയുക. നമ്മള് ഈ ഉത്സവ സീസൺ പോലെയാണ്. എല്ലാ വർഷവും ഒരു 2-3 മാസ കാലഘട്ടം ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട്, ബിഗ് ബോസ് ആയിരിക്കും. ഇത് എല്ലാ വർഷം വരുമ്പോഴും മുമ്പത്തെ സീസണിൽ ഉണ്ടായിരുന്ന ഒരു ഓർക്കും ചെയ്യും. അപ്പോൾ സീസൺ 7 ആയിട്ട് പോലും ചർച്ചകൾ വരുമ്പോൾ ആദ്യം വരുന്ന പേരുകളൊന്ന് സീസൺ 4 അഖിലാണ്, കുട്ടി അഖിലാണ് എന്നുള്ളതാണ്. അപ്പോൾ സീസൺ എത്തുന്നതിന്റെ ഫിനാലെ പ്രത്യേകിച്ച് നമ്മൾ ബിഗ് ബോസിന്റെ ഷോസ് കൂടി ചെയ്യുന്ന സമയത്ത് ആ ചർച്ച ചെയ്യുന്ന ക്യാരക്ടറുകൾ തീർച്ചയായിട്ടും വന്നു പോകും. അപ്പൊ കാണാറുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കട്ടെ. ഈ സീസൺ സത്യസന്ധമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് മറുപടി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഈ സീസൺ ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ആദ്യം തുടക്കം കുറച്ച് കണ്ടായിരുന്നു. പിന്നെ എല്ലാ സീസണേക്കാൾ ലാലേട്ടൻ വേറൊരു ലാലേട്ടനാണല്ലോ നമ്മൾ വീക്കെൻഡിൽ കാണുന്നത്. അപ്പോൾ എല്ലാ വീക്കെൻഡും കാണും. വീക്കെൻഡ് എപ്പിസോഡുകൾ എല്ലാം കാണും. ബാക്കി എപ്പിസോഡ്സ് കണ്ടില്ല. അപ്പൊ ലാലേട്ടൻ വന്നിരുന്ന ആരെങ്കിലും വഴക്ക് പറയാൻ വേണം, ഇവൻ എന്തോ പ്രശ്നം കാണിച്ചിരുന്നു അല്ലെങ്കിൽ ഇവൾ എന്തോ പ്രശ്നം കാണിച്ചിരുന്നു മനസ്സിലാണ്. അതുകൊണ്ട് വേറെ 1-2 ഫംഗ്ഷൻസിന് പോയപ്പോൾ മീഡിയാസിനെ ചോദിക്കുന്നുണ്ട് ഓരോരുത്തരെ കുറിച്ച്. അപ്പൊ എനിക്ക് ഞാൻ എപ്പിസോഡ് കാണാതെ അവരെ കുറിച്ച് ഞാൻ എന്ത് പറയും. സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ഉണ്ടായിരുന്നുണ്ട്. അപ്പാനി അടുത്ത സുഹൃത്താണ്, മുൻഷി രഞ്ജിത്തേട്ടൻ, കലാഭവൻ സരിക ചേച്ചി, ശൈത്യ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത, അനുമോള് നാട്ടുകാരിയും കൂടെയാണ്. അനുമോളും അപ്പാനിയും ഞങ്ങൾ ഒരേ നാട്ടുകാരിയാണ്. പിന്നെ ഉള്ളത് അക്ബറിനെ എനിക്കറിയാം. പിന്നെ ഇപ്പോൾ ഉള്ള ആരാ, പിന്നെ ആരോ ഇനിയുണ്ട്, രേണു സുധിച്ചേന്റെ വൈഫ്, നേരത്തെ പരിചയമുള്ള. പിന്നെ അതുപോലെ ഒരുപാട് പേരുണ്ട് നമുക്ക് പരിചയമുള്ള. കുറെ കൂടി സീസൺ തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ ഫിനാലിലേക്ക് എത്തി, ഒരു ഫൈനൽ 6 പോയി നിൽക്കുന്നുണ്ട്. സീസൺ തുടങ്ങുന്ന സമയത്ത് പ്രതീക്ഷ ശരിക്കും കൂടുതൽ തോന്നിയ ഒരാളാരായിരുന്നു? തുടക്കത്തെ കളി കണ്ടിട്ടാണ്. തുടക്കത്തില് എനിക്ക് അനീഷ്, അക്ബർ, പിന്നെ നെവിനെ എനിക്ക് തുടക്കത്തിൽ അങ്ങോട്ട് കിട്ടിയില്ലായിരുന്നു. പക്ഷെ തുടക്കത്തിലെ നെവിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര എല്ലാരും ഒന്ന് മാറി ഒരുത്തൻ അങ്ങനെ ഒരുത്തൻ ഇതുവരെ ബിഗ് ബോസ് കണ്ടിട്ടില്ല. അപ്പൊ ഒരു പുതിയ പരിപാടി. ഇനി ഇവനെ അനുകരിച്ച ആരിലും വന്നാലേ ഉള്ളൂ. കാര്യം അവനാണ് ബിഗ് ബോസിന്റെ മൊത്തം ചരിത്രത്തിൽ ഇങ്ങനെ ഒരാള്. അതായത് എല്ലാത്തിനും ഓപ്പോസിറ്റ് ചെയ്യും. ഫുഡ് എടുക്കരുത് എടുക്കും. ഇപ്പൊ ഇവൻ ഈ മണി ടാസ്കിൽ പോലെ എടുക്കുന്ന പറയുമ്പോൾ പുള്ളി അത് അതിന്റേതായിട്ടുള്ള സ്റ്റൈൽ ഗെയിം ചേഞ്ചർ ആക്കി. അപ്പൊ അങ്ങനെ ഇവരൊക്കെ ആയിരുന്നു എനിക്ക് തുടക്കം. ആദ്യം അനീഷാണല്ലോ വന്ന് തുടക്കം ഒരു തീട്ടത് അനീഷായിരുന്നു. അനീഷ്, അക്ബർ, പിന്നെ അപ്പാനി നല്ല തീയായിരുന്നു തുടക്കത്തില്. അതെന്തറിയോ, അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. നമ്മളതിനകത്ത് ചെയ്യുന്നത് ജനത്തിന് ഇഷ്ടപ്പെട്ടാലേ വോട്ട് വരൂ. അതുകൊണ്ട് അത് നമ്മളിനി ചിലപ്പോൾ ചെയ്യാതിരുന്നാലും മുന്നോട്ട് പോകും, ചിലപ്പോൾ ചെയ്താലും അത് ബിഗ് ബോസിന് കൗണ്ടർ അടിക്കുന്ന
അതെ സംഭവം. പക്ഷെ എല്ലാം കൊണ്ടും അത് ബഹളങ്ങൾ ഉണ്ടാവണമെന്നില്ല. ബിബി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ബഹളങ്ങൾ ഉണ്ടാവുന്നില്ല, വേറെ ഉണ്ടായിരുന്നില്ല, ചിരി കൊണ്ട് ഡീൽ ചെയ്ത് അതിനകത്ത് നിൽക്കാന്നുള്ളതാണ് മെയിൻലി ഫസ്റ്റ്. എത്ര ദിവസം എങ്ങനെ, അത് നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ നിൽക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആരെയും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. അവരെങ്ങനെയാണ് അങ്ങനെ നിൽക്കട്ടെ. ആരായിരിക്കും ഇനി ഒരു വിന്നർ പ്രഡിക്ഷൻ പറയണെങ്കിൽ ആരായിരിക്കും ഇത്തവണത്തെ പ്രശ്നം എന്താ അറിയോ, നമ്മളിപ്പോ ഞാൻ വന്ന എൻ്റെ അടുത്ത് ഇപ്പൊ ഞാനിപ്പോ സ്ഥിരമായിട്ട് കാണാത്തോണ്ട് എനിക്കറിയാം. പക്ഷെ ഞാൻ പലയിടത്തും ചോദിക്കും ആരെ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ 2-3 പേരൊക്കെ പറയും, ഒരാളുടെ പേരായിട്ട് പറയുന്നില്ല. എല്ലാ സീസണിലും അങ്ങനെയല്ലോ, എനിക്കിഷ്ടം ഇന്ന ആളെ എനിക്കിഷ്ടം. ഇത്തവണ ചോദിക്കുമ്പോഴത്തേക്കും 3 പേരൊക്കെ പറയും, ഇന്നൊരാളിലേക്ക് പോവാതെ അത് മാറുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നം അങ്ങനെ ഒരു വരുമ്പോൾ ഇത് ഫൈനൽ എന്ന് പറയുമ്പോൾ ഞാൻ ഫിനാലേക്ക് പോകുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഫൈനലിൽ നിൽക്കുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും ഇത്തവണത്തെ വിന്നർ ആരാന്ന്. ബാക്കിയുള്ള സീസണിൽ ആ ക്യൂരിയോസിറ്റി ഇല്ല, ഇന്ന ആള് വിന്നർ, അടുത്തത് നോക്കിയാൽ മതി. ഈ സീസൺ ഒരു ടൈപ്പ് പരിപാടി വരുന്നുണ്ട്, തന്നെ തീരുമാനിച്ച പോലെയാണ്. പക്ഷെ അതല്ല, നമുക്ക് ലാസ്റ്റേ ഈ അവസാന ഓവറിലെ കളി കാണാനുള്ള പരിപാടി അതുണ്ട്, അത് രസമാണ് വരണം. ഈ വരുന്ന അത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ത്രില്ലർ ആണെന്ന് പറയുമ്പോൾ തന്നെ ഈ പുറത്തോട്ട് ശരിക്കും പലപ്പോഴും അതിന്റെ ന്യൂസ് പുറത്താവുന്നത് ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്താണ് നടക്കുന്നത്, ഇപ്പൊ ഈവൻ എവിക്ഷൻ ആണെങ്കിൽ പോലും ഈ മുൻകൂട്ടി അറിയുമ്പോൾ അതിന്റെ ഒരു സുഖം പോകുന്നില്ല ശരിക്കും. അത് ലാലേട്ടൻ വരെ ഒന്ന് പറഞ്ഞല്ലോ അല്ലേ, ഇല്ലേ പറഞ്ഞില്ലേ, മറ്റേ നിങ്ങൾ ഈ ഓൺലി മീഡിയാസ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര മോശമാണ്. അത് നമ്മളിപ്പോ ഔട്ടായെന്ന് എല്ലാവരും ഒരുമിച്ചറിയുന്നില്ല രസം. മറ്റത് 3-4 പേര് ഇരുന്നിട്ട് ഒരിക്കൽ സിനിമ കണ്ടിട്ട് രണ്ടാമത് കാണുമ്പോൾ തിയേറ്ററിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട്. പണ്ട് പോക്കിരിയുടെ സമയത്ത് ഞാൻ കേട്ടിട്ടുള്ളതാ, എല്ലാ തിയേറ്ററിലും ഉണ്ടായിട്ടുണ്ട്. നെടുമങ്ങാട് സൂര്യ തിയേറ്ററിലാണെന്ന് ഞാൻ കേട്ടതാ. പോക്കിരി കാണാൻ വേണ്ടി പോയി നിൽക്കുമ്പം ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നിട്ട് വിജയണ്ണൻ ഉയരെന്ന് പറയും, വിജയണ്ണൻ സത്യമൂർത്തി IPS ആണ്, അതുപോലത്തെ ഒരു പരിപാടി ഇത്. നമുക്ക് പിന്നെന്താ കാണാൻ, ഇത് ഇന്നാൾ ഔട്ടായി, മറ്റത് ആരൗട്ടായി അതെ നിൽക്കുകയാണ്. എന്നാൽ ഒറ്റ പേര് പറയാൻ പറ്റുകയാണെങ്കിൽ ആരായിരിക്കും ഈ സീസണിന്റെ? എനിക്ക് അങ്ങനെ ഒരു ഒറ്റ പേര് ഒന്നെന്തറിയോ, അങ്ങനെ ഒരു ഒറ്റ പേരായിട്ട് എനിക്കില്ല. ഒന്ന് ഞാനിത് ഫുള്ള് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ഫേവററ്റ് ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കില്ല. എനിക്ക് അറിയാന്നുള്ള ഇത്ര പേരുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. അപ്പം ഔട്ടായപ്പോൾ അപ്പാനി ഔട്ടായപ്പോൾ ഞാൻ അപ്പാനെ വിളിച്ചിരുന്നു, അവൻ എന്നെ വിളിച്ചിരുന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പരിചയമുള്ളവരൊക്കെ ശരിയെ ചേച്ചി പോയപ്പോൾ ഔട്ടായി വന്നതിന് ശേഷം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഇവരൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇവരെ അകത്ത് എന്താ സത്യത്തിൽ ഇവരകത്ത് എന്താ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പൊ നിൽക്കുന്നവർ എന്തൊക്കെ കാണിക്കുന്നു അറിയില്ല. ഈ റീൽസ് വരുന്നത് കാണും, ഷോർട്സ് ആണ് കൂടുതൽ കാണുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുമ്പം ഞാൻ ആ ഷോയിൽ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഫേവററ്റ് ലിസ്റ്റ് പറയുവാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ആൾക്കാർക്കും കൂടെ കറക്റ്റ് ആയിരിക്കണം. ഇവൻ എന്ത് പൊട്ടനാണെന്ന് പറയില്ലേ. എന്തായാലും 4-5 ദിവസത്തിനുള്ളിൽ അത് അല്ലെ അറിയാം എന്നുള്ളതാണ്. ആൻഡ് റാഫി, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മിനിസ്ക്രീനിൽ നിന്ന് ഈ ബിഗ് സ്ക്രീൻ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ പോലും അതിലോട്ടുള്ള വരവ് ചിലപ്പോൾ പലപ്പോഴും ബാരറാവുന്നത്. റാഫിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കൈനിറച്ച ചിത്രങ്ങളാണ്. അത് റോഡ് സൈഡിൽ പോകുമ്പോൾ കാണുമ്പോൾ ഉള്ള പോസ്റ്ററുകൾ റാഫിയുടെ മുകളിൽ പോസ്റ്ററുകൾ ഇല്ലാത്ത സംഭവമാണ്. അപ്പൊ ഇത് അടുപ്പിച്ച് ബാക്ക് ടു ബാക്ക് നമുക്ക് 2-3 പ്രൊമോഷൻ ഞാൻ തുണിക്കട ഫ്ലെക്സിൽ വരുന്നില്ല. അപ്പൊ കൈനിറ ഇപ്പൊ ഒരു സമയത്ത് കോവിഡ് കാലത്ത് റാഫിയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞ സംഭവമുണ്ട്, ഞാൻ ഈ ടിക്ടോക്ക് എത്രത്തോളം റീച്ച് എനിക്കുണ്ട്, ഇതില്ലാത്തൊരു സമയത്തേക്ക് ഞാൻ പെയിന്റ് പടിക്ക് വരെ പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തുടരെ ഇത്രയും പാഷനുകൾ കിട്ടുന്നു, സിനിമകൾ സജീവമായിട്ട് നിൽക്കുന്നു എന്നുള്ള സംഭവം. അപ്പൊ എന്താ ശരിക്കും ഫീൽ ചെയ്യുന്നത്? സന്തോഷം, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിച്ചില്ലേ, ശരിക്കും പറഞ്ഞാൽ ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്ത സമയത്ത് ഞങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ജോലിക്കിടയിൽ ഒരു തമാശ രൂപേണ ചെയ്തൊരു പരിപാടിയാണത്. അതിങ്ങനെ ആൾക്കാരെ ഏറ്റെടുത്ത് അങ്ങനെ ചക്കപ്പഴം വന്നു, പിന്നെ അങ്ങനെ സിനിമ കിട്ടി, അങ്ങനെ ഒരു വന്നരാണ്. പിന്നെ മനസ്സിലായി ഇതൊരു നമ്മുടെ ജോലിയാണ്, ഇത് നല്ല അടിപൊളിയായിട്ട് ചെയ്യണം, നല്ല പടങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഈ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ഒരു വേഷം വന്നു, ആ വേഷം ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് മറ്റൊരു ക്യാരക്ടർ വരുമ്പോൾ ഈ മാറ്റം, ഈ പരകായ പ്രവേശം ചിലപ്പോൾ പെട്ടെന്ന് മാറില്ല, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നുള്ളത്. അതൊരു സിനിമയുടെ കാര്യത്തിൽ പറയുന്നു. ചിലപ്പോൾ ഒരു 30 ദിവസം 40 ദിവസം വരുന്ന ഷൂട്ടിൽ ഈ ചക്കപ്പഴം പോലെ ഒരു സീരീസ് ഇത്രയും ദിവസം ഒരു ക്യാരക്ടറായി നിൽക്കുന്നു, സിനിമയിലോട്ട് വരുമ്പോൾ ശരിക്കും അത് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഭയങ്കര പാടായിരുന്നു. അത് ഒരു ക്യാരക്ടർ 4-5 വർഷം എടുത്തില്ലേ ഒരേ കണക്കന്നെ നേച്ചർ. അത് പക്ഷേ തലവര ചിലപ്പം മാറി കിട്ടി. അത് വേറൊരു പാലക്കാട് ഭാഷ അപ്പൊ അങ്ങനെ മാറി കിട്ടിയപ്പോ ഒരു സന്തോഷമായി, അങ്ങനെ ചെയ്യാൻ പറ്റും. ആ ഡയറക്ടറുടെ ഒരു കഴിവും പിന്നെ അർജുന്റെ ഹെൽപ്പും അങ്ങനെ നശുന്ത് കണ്ടായിരുന്നു. എല്ലാവരും ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ പാലക്കാട് പരിപാടി ആയതുകൊണ്ടും നമുക്കൊരിതായിരുന്നു ക്യൂരിയോസിറ്റി, എങ്ങനെ ചെയ്യും എന്താവും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് വന്നു തോന്നുന്നു. സംഭവിച്ചു. നവംബർ 14 2 DQ പടം വരുന്നത്.
ഒന്ന് വിക്രാന്ത്, ഒന്ന് റാഫി ഡിക്യു. ശരിയല്ല, ഞാനത് പെട്ടെന്ന് രണ്ട് DQ. പുള്ളി ഇപ്പഴെങ്ങാനും ഇനി മെസ്സേജ് വന്നോ? മലയാളത്തിന് മലയാള സിനിമയ്ക്ക് 2 DQ ഉണ്ട്. അങ്ങനല്ല, പുള്ളിയോടുള്ള ആരാധന വെച്ച് ഇട്ടതാ. അതൊരു ശരിക്കും വിക്രമാദിത്യം കണ്ടിട്ട് ഓക്കെ. ഞാനിപ്പോ അങ്ങ് പറഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പൊ പറയാം. വിക്രമാദിത്യം കണ്ടിട്ട് ഇഷ്ടം തോന്നിയിട്ടതാണ്. എന്തെങ്കിലും ഒരു ദിവസം ദുൽഖറിനെ കാണുമ്പോൾ അടിക്കും മാറ്റണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അന്ന് ഇട്ടതാ. അത് ടിക്ടോക്കില് ഇട്ടു, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോ ഇട്ടു. അങ്ങനെ എന്നെ എല്ലാവരും കളിയൊക്കെ ആക്കുമായിരുന്നു. എന്തെങ്കിലും ഒരു ദിവസം കുഞ്ഞിക്കഴിഞ്ഞ് കാണണം, ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ള ആഗ്രഹത്തിലിട്ട് അന്ന് മാറ്റാന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത്. പിന്നെ അത് വെരിഫിക്കേഷൻ കൊടുത്തപ്പോൾ ഇൻസ്റ്റാഗ്രാം എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ഇടലേ ഇല്ല, എന്തായാലും ഇടുക. അങ്ങനെ ഇട്ടതാ. പുള്ളിയുടെ ഫാൻ എന്നിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. നീ കണ്ടാലും മാറ്റല്ലേ? പക്ഷെ ഇനി കണ്ടാൽ പറ്റും, അതാ ഞാൻ ചോദിക്കുന്നത്. മാറ്റില്ല. അതൊരു DQ കണ്ടെന്ന് പറയും, കുഞ്ഞിക്കനെ കണ്ടെന്ന് പറയും. ഹലോ, ഞാനും DQ. അതല്ല, അവിടെ പരിചയപ്പെടുമ്പോ DQ. എന്നെ ചുറ്റിപ്പറ്റി ഇരിക്കുന്ന സർക്കിളിൽ എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, ഒന്ന് കാണാൻ പറ്റുമോ, കുറെ പേര് ചോദിച്ചു. എന്തെങ്കിലും ഒന്ന് കാണണം എന്നുള്ള ഭയങ്കര ഫാൻ ബോയ് ആണ്. അതായിരുന്നല്ലേ ഇതിന്റെ പുറകിലെ കഥ? അതിന്റെ പുറകിൽ അങ്ങനെ ഒരു കഥ ഉണ്ട്. അതായിരുന്നു, എല്ലാരും കളിയൊക്കെ വെക്കുമായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ ഐഡിയിലും എന്റെ മെയിൽ ഐഡി വരെ റാഫി ഡിക്യു ആണ്. അങ്ങനത്തെ കുറെ പാസ്വേഡും ഒക്കെ. അല്ല, അപ്പൊ എനിക്ക് തോന്നുന്നു ഫോണിന്റെ പാസ്വേഡ് ATM-ൽ നമ്പർ സുഖമായിട്ട് പിടിക്കുക അല്ലേ? അപ്പൊ നീ ഭാവിയിൽ ഒരു ഹോട്ടലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഉസ്താദ് ഹോട്ടലിൽ നിന്നായിരിക്കും വണ്ടിയുടെ നമ്പർ 369. അങ്ങനെ പുള്ളിയോട് ഭയങ്കര ആരാധന എനിക്ക്. ഞാൻ ഫേസ്ബുക്കിൽ പണ്ട് ഫസ്റ്റ് ഫോട്ടോ പുള്ളിയുടെ നീലാകാശം പച്ചക്കട എന്റെ പ്രൊഫൈൽ നോക്കി അറിയാൻ പറ്റും. ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാനായിരുന്നു. പുള്ളിനെ ഇഷ്ടമല്ലാത്ത ആരുമില്ല, പക്ഷെ പടി കൂടെ DQ-നെ പോലെ തന്നെ ഒരു പാൻ ഇന്ത്യ ലെവൽ കുറെ സിനിമ, തമിഴും എല്ലാം സംഭവിക്കുന്നത്. അത് ഈ സൈഡ് നടക്കില്ല. 3 സിനിമകൾ വരുന്നു. എനിക്ക് ഇത് കണ്ടിട്ട് ഇനി അടുത്ത DQ-ന്റെ ഒപ്പം അല്ല സിനിമ ഈ തലവരയുടെ കേസ് പറഞ്ഞപ്പോൾ തലവരയുടെ റോൾ ആക്ച്വലി എവിടേക്കോ റിയൽ ലൈഫ് ആയിരുന്നു. ഐ മീൻ വേഷങ്ങൾ തേടി വരുന്നു. ആ ലൊക്കേഷനിൽ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന നിരക്കാ ചിലപ്പോൾ ആ എക്സ്പ്രഷൻ ലെവൽ മീറ്റ് ചെയ്യാത്ത രീതിയിലുള്ള വേഷങ്ങൾ ഉണ്ടായേക്കാം, കുറെ സ്ട്രഗിൾ ഉണ്ടായിരിക്കാം. എവിടെയോ ആ സിനിമയിലെ ക്യാരക്ടറായി ചെയ്യുന്ന സമയത്ത് കണക്ട് ആയിട്ടുണ്ടോ ശരിക്കും? ഞാൻ എന്നോട് ആദ്യം അഖിലനിൽകുമാർ ഡയറക്ടർ പുള്ളി എന്നോട് ഇത് പറഞ്ഞപ്പോ ഫസ്റ്റ് എത്ര ഡേയ്സ് ഉണ്ടെന്നോ ആരാണ് അർജുൻ അതൊന്നും അല്ല എന്റെ മൈൻഡിൽ വന്നു. പ്രൊഡക്ഷൻ ഇതൊന്നും വന്നില്ല. ഇത് എന്റെ ലൈഫാണല്ലോ എന്റെ കഥയല്ലേ എന്ന് വിചാരിച്ചു. ഭയങ്കര എനിക്കത് പറയുമ്പോ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഇത് വരും. ഈസ്റ്റർ ഇങ്ങനെ ഓരോ ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് പേർ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് എന്താ പറയാ യുവാക്കളുടെ ഒരു കഥയാണത്. ഇങ്ങനെ ഓരോ ലൊക്കേഷനിൽ പോവാ, അവിടെ ജൂനിയർ ആർട്ടിസ്റ്റായി നിൽക്കുക, അവിടെ കുറെ നാൾ നിൽക്കുക, അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അവസാനം ഞാൻ ഹൃദയം ചെയ്യുന്ന സമയത്ത് പ്രണവിന്റെ കൂടെ എന്റെ ഫ്ലെക്സ് വന്ന സമയത്താണ് ഞാൻ മൈൻഡിൽ എത്തി, ആ ഡ്രീമിൽ എത്തി എന്നൊരു സാധനം എന്റെ ഇത് വന്ന. അപ്പോൾ അങ്ങനൊരു ഇത് തലവരുടെ എൻഡും ക്ലൈമാക്സും അങ്ങനെയാണ്. ഞാൻ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പടം റിലീസായി, ഞാൻ ലീഡ് ക്യാരക്ടർ അങ്ങനെയാണ്. അത് പടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അത് കറക്റ്റാ എന്റെ ലൈഫാ. അത് ഞാൻ അപ്പൊ തന്നെ അത് എന്റെ ഇത് നരേറ്റ് ചെയ്ത് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഉറപ്പായിട്ടും നാളെ എന്തെങ്കിലും ഒരിക്കല് അശ്വത്ത് എങ്ങനെ സിനിമയിൽ എത്തിയെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും തലവര പറ്റുമെങ്കിൽ പോയി കാണാം. അതായത് എന്റെ ബയോപ്പിക്കാണ് അത്. എന്റെ ബയോപ്പിക്കാണ്. ഏതെങ്കിലും ആ സമയത്ത് ഏതെങ്കിലും ഒരു സീൻ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് റിയൽ സാധനം കണക്ട് ചെയ്തു ശരിക്കും? ഒന്നും ഞങ്ങള് ഫുഡ് കഴിക്കുന്ന കുറെ സീൻസുകളൊക്കെ അതിലുണ്ട്. അതൊക്കെ മൊണ്ടാഷ്പുരയാണ് ആ സീനിൽ വന്നിട്ടുള്ളത്. ആ സീനായിട്ട് അന്ന് ഷൂട്ട് ചെയ്തത്. ഫുഡ് കഴിക്കുന്നത്, പിന്നെ അർജുനെ ഇൻസൾട്ട് ചെയ്യുന്നവരുണ്ട്, മാറ്റി നിർത്തുന്ന ഒരു സംഭവം. അതുപോലെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആ പ്രശ്നം കൊണ്ടല്ല, അല്ലാതെ നമ്മള് വന്ന് നിൽക്കാൻ നേരത്ത് ഹീറോയുടെ ഒക്കെ അടുത്തൊക്കെ നിൽക്കാൻ നേരത്ത് അവനുണ്ട് അത് പ്രകടമായിട്ട് ഇങ്ങനെ പറയില്ല. നമ്മളുടെ അവനെ മാറ്റുക എന്നല്ല പറയണം. അത് അസിസ്റ്റന്റ് പറയും വേറൊരാളെ മുമ്പോട്ട് കുറച്ച് ബാക്കിലോട്ട് നിർത്തിയേക്കും. അല്ലെങ്കിൽ നമുക്ക് മറ്റേ ലേസർ അടിച്ചു തരും. ലേസർ അടിച്ചിട്ട് മോനെ കുറച്ച് ബാക്കിലോട്ട് നിന്നോടാ, കുറച്ചൊന്ന് ബാക്കിലോട്ട് നിന്നോ, എന്നിട്ട് അടുത്ത ഇങ്ങോട്ട് കയറി നിന്നോ എന്നുള്ളതാവും. അപ്പൊ അത് നമുക്കറിയാലോ, നമുക്ക് ഫീൽ ആവുമല്ലോ. സിനിമയുടെ ഫ്രെയിമില് ക്യാരക്ടർ ചെയ്യുന്ന അർജുനാണെങ്കിലും റിയൽ ലൈഫിലത്തെ ഒരാൾ പുറകിൽ നിൽക്കുന്നുണ്ട്. അത് ഞാൻ അർജുനോട് അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മുഴുവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അച്ഛോ, ഈ പരിപാടി ഇങ്ങനെ തന്നെ എന്റെ ലൈഫില്. അത്
എന്റെ ക്യാരക്ടർ മാത്രമല്ല, ഇപ്പൊ ശരസഭ ചെയ്ത ക്യാരക്ടർ, റാഫി ഒക്കെ ചെയ്ത ഇതൊക്കെ റിയൽ ലൈഫിൽ പലരും സിനിമ ആഗ്രഹിച്ചു വരുന്ന എല്ലാവരുടെ ലൈഫിലും ഇത് ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനത്തെ കുറെ ചവിട്ടി തേച്ചിട്ട് എല്ലാവർക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എത്തിയ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ ഞാൻ ഹൃദയം കണക്ട് ചെയ്ത് പറയുകയാണ്. തിരിച്ച് അതേപോലെ കോളേജിന്റെ ചുവരിൽ എഴുതാൻ ആന്റണി താടിക്കാരനെ എഴുതാനുണ്ടായിരുന്നു. അത് അശ്വിൻ ലാലായിട്ട് എഴുതുകയാണെങ്കിൽ ഇന്ന് എന്തെഴുതും ആ ചുവരിൽ, സിനിമയുടെ ചുവരിൽ എന്ത്? ഞാൻ ഇന്നും എഴുതില്ല, ഞാൻ ഇനി വെയിറ്റ് ചെയ്യും. എഴുതാറായിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് എഴുതും എന്നുള്ളൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. പണ്ട് മുതലേ കുറച്ച് എൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉള്ള ആളാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുറച്ച് ഓവർ കോൺഫിഡൻസ് ആണ്. അതെനിക്കത് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴും എഴുതാറായിട്ടില്ല, ഞാൻ എഴുതും. പക്ഷേ അടിപൊളി. ഇതേപോലെ ഈ കാലഘട്ടത്തിൽ പറഞ്ഞപ്പോഴാണ് അനീഷയുടെ ഇപ്പൊ എനിക്ക് ജാതകത്തിൽ നോക്കുകയാണെങ്കിൽ ഈ 17, 18, 19 ജാതകത്തിൽ പോകുമ്പോഴേ, അതായത് ഈ പുറകോട്ട് പോകുന്ന സമയത്ത് ആ കാലഘട്ടത്തിലെ ജാതകത്തില് ഭയങ്കരമായിട്ട് അല്ലെ സുവർണ കാലഘട്ടം സംബന്ധിച്ച് പോലെ ഒക്കെ ഹിറ്റാണ്. ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ട് എനിക്കിതിപ്പോ നല്ല കാലമാണ്, അതുകൊണ്ടാണ് ഞാൻ ജാതകം കണക്ട് ചെയ്തത്. അല്ല, ആ സമയത്ത് ഒന്നുമില്ല. എന്റെ ജാതകത്തിന് അപ്പുറത്ത് ഇപ്പൊ ലാലേട്ടനെ പറയാം. ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചത് കൊണ്ടാണ്, ലാലേട്ടന്റെ പടങ്ങളിൽ അഭിനയിച്ചത് കൊണ്ടാണ് കുറച്ചുകൂടി റീച്ച് കിട്ടിയത്. മമ്മൂട്ടി ബെസ്റ്റ് ആക്ടറിലൂടെ ഞാൻ വന്നത് സിനിമയിൽ. പക്ഷെ എനിക്ക് റീച്ച് കിട്ടിയത് ദൃശ്യമാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്റെ പേര് പറഞ്ഞാൽ അറിയാത്തവർക്ക് വരെ ദൃശ്യത്തിലെ ലാലേട്ടന്റെ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പിന്നെ അതുകൊണ്ട് അത് തുടർന്ന് ലാലേട്ടന്റെ കുറച്ച് നല്ല നല്ല പടങ്ങൾ ലാലേട്ടന്റെ കൂടെ വന്നു. ഈ ലാലേട്ടൻ പടങ്ങളൊക്കെ ചെയ്യുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ലീഡ് ചെയ്യുന്ന പടത്തിന് ഉണ്ടാവുന്ന ഒരു ഓഡിയൻസ്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു പടം ചെയ്യുന്ന ഓഡിയൻസിനേക്കാൾ ഒരു 100 മടങ്ങ് മേലെ ആയിരിക്കും ഫസ്റ്റ് ഡേ വന്നിട്ട് ഓഡിയൻസ് കാണുന്നത്. ഫസ്റ്റ് 3 ദിവസം അതിന് പൊട്ടുന്ന പടമാണെങ്കിലും. അത് ഞാൻ പറഞ്ഞത് ലാലേട്ടൻ മാത്രമല്ല, ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സ്റ്റാറിന്റെ കൂടെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഓഡിയൻസിലേക്ക് കൂടുതൽ ഫേസ് രജിസ്റ്റർ ആവുന്നത്. അത് നല്ല കാലഘട്ടമായിരുന്നു. പക്ഷെ അന്നൊരു ടോക്ക് ഉണ്ട്, അനീഷയുടെ സിനിമയിലുണ്ടെങ്കിൽ അത് ഇൻഡസ്ട്രി ഹിറ്റ് ആണ്. ഹൈയസ്റ്റ് കളക്ഷൻ അത് ദിവസം കൊണ്ട് ഒക്കെ സംഭവിക്കുകയാണ്. അത് വരുന്ന സിനിമകളിലെല്ലാം അതെ, അഡാർ ലവ് ആണെങ്കിൽ ആ സമയത്ത് ആഫ്റ്റർ കോവിഡ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് അതെ കുറച്ച് ഡൗൺ ആയി. സുഡാനിയൊക്കെ ആ സമയത്തല്ലേ, സുഡാനി വന്നു, പിന്നെ ഞാൻ പ്രകാശൻ, അല്ലെ എങ്ങനെ ആ സമയത്ത് ഫിലിമോഗ്രാഫി എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ എല്ലാ ഹിറ്റുകളാണ്. ഇവരൊക്കെ ആക്ടേഴ്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, സിനിമയിലെ സംവിധായകനായിട്ട് എത്തുകയാണ് അല്ലെ, ഡയറക്ടറാണ് എന്നാണ് ഞാൻ കേട്ടത് അല്ലേ? ഞാൻ പെട്ടെന്ന് റിയാലിറ്റിയിലോട്ട് വരും, ഇവിടെ വരും. സോ സിനിമയിൽ ഡയറക്ടറാണ്. അപ്പൊ എവിടെയൊക്കെ ഉള്ളിൽ ഇത് എന്തായാലും ഉണ്ടായിരിക്കും, ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇത് ഇവിടെ ഫൈറ്റ് ചെയ്യും അങ്ങനത്തെ ഒരു സീൻ. അല്ല, ഇതില് സത്യത്തില് മറ്റേ പൊട്ടന് ലോട്ടറി അടിക്കുന്ന ഡയറക്ടറാണ്. അതായത് ചെയ്യാൻ ഉദ്ദേശിച്ചതൊന്ന് വന്നത് വേറൊന്ന്. അതായത് നമ്മൾ ലാസ്റ്റ് ഇത് എടാ ഇങ്ങനെ ആയോ ഇത് അങ്ങനെ പറയില്ലേ, അങ്ങനെ ഒരു ഡയറക്ടറാ. അതായത് ഇത്രയും നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ സംഭവിക്കുന്നില്ല. തൊട്ടതെല്ലാം അങ്ങനത്തെ ഒരു ഡയറക്ടറാ. സംവിധായകരിലെ ശിഖരിശമ്പോൾ. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ, സിനിമാ വിശേഷമായതുകൊണ്ട് തന്നെ ഞാൻ ഒരു സെഗ്മെന്റിലോട്ട് പോവാണ്. അപ്പൊ സിനിമ കണക്ട് ആയിട്ട് ഇരിക്കുന്ന കാര്യമാണ്. അപ്പൊ ആ സിനിമ പറയും, ആ സിനിമയുടെ പ്രമേയം പറയും, അത് നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത്. സോ ഇതിഹാസ മൂവി പ്രമേയം അറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലെ ഏത് സിനിമാ താരമായിട്ട് നിങ്ങൾ മാറുകയും ചെയ്യും? മലയാളത്തിൽ ആരെങ്കിലും സിനിമയിൽ നിന്ന് ആരെങ്കിലും ഇതിഹാസ പോലെ ക്യാരക്ടർമാരാണെങ്കിൽ ആരെങ്കിലും? ഞാൻ വിക്രം സാർ തമിഴിലെ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പുള്ളി ഒരു ക്യാരക്ടറിനായിട്ട് എടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, എത്ര ആലോചിച്ചിട്ടും അത് നമുക്ക് വെളിയിൽ ഒരുപാട് ആക്ടേഴ്സ് അങ്ങനെ ഉണ്ട്. ഞാൻ ഇന്ത്യയിലും അതാ ഉദ്ദേശം. പുള്ളി ആ ക്യാരക്ടറിനോട് നമ്മൾ എടുക്കുന്ന ഒരു സമീപനമുണ്ട്. ആ ക്യാരക്ടർ താനായി മാറുക എന്നൊരു സാധനമുണ്ട്. അത് എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ഫിസിക്കലി, പിന്നെ മെന്റലി. ഫിസിക്കലി മെന്റലി ഒക്കെ നമ്മുടെ ഉള്ളിൽ ആ ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത് നമുക്കൊരു ക്യാമറയ്ക്ക് മുന്നിൽ അത് പെർഫോം ചെയ്യാൻ പറ്റും. അതിൽ ഈ ഫിസിക്കലി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ആള് ഒന്ന് വിക്രം സാറാണ്. ആ പുള്ളി ക്യാരക്ടറിന് വേണ്ടി ഒരു 50% എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പൊ ഋഷഭ് ഷെട്ടി കാന്താര, പക്ഷെ അതില് പെർഫോം ചെയ്തത് ഒന്ന് 2 ക്യാരക്ടർ പെർഫോം ചെയ്തു. പിന്നെ അതാ ഉണ്ടാക്കിയെടുത്തൊരു സാധനം അയാള്
അത് വേറെ റേഞ്ച് പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. അത് ആക്ടിങ്ങിന്റെ ഡയറക്ഷനും ചെയ്യണം, അതിൽ തന്നെ വേറെ റോൾ കൂടി അത് ഡയറക്ഷൻ ഇത്രയും വലിയ ക്രൂവിനെ വെച്ചിട്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 300-400 ആൾക്കാരെങ്കിലും ദിവസം ഉണ്ടാവുമല്ലോ അതിന്റെ ലൊക്കേഷനിൽ, ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ. അത്ര ആൾക്കാരെ കൺട്രോൾ ചെയ്യണം, അതിന്റെ കൂടെ മെയിൻ ക്യാരക്ടർ ആക്ട് ചെയ്യണം. വേറെ ലെവൽ പരിപാടി. മലയാളത്തിൽ എടുത്താൽ നമുക്ക് കാരണം നമുക്ക് അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുത്തൊരു സാധനമല്ലേ. ശരിക്കും ഇതിഹാസമായിട്ട് അനീഷായിട്ടൊരു ബന്ധമുണ്ട്. അതെ, ഇതിഹാസ ഡയറക്ടർ ബിനു ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. ഇതിഹാസ തൊട്ട് മുമ്പ് ഇതിഹാസം ചെയ്യാൻ വേണ്ടിട്ട് ഒരു തയ്യാറെടുപ്പ്. അതില് ഷൈനായിരുന്നു നായകൻ, ഞാനായിരുന്നു വില്ലൻ. 3 ക്യാരക്ടേഴ്സ് ഉള്ളത്, ഒരു പെൺകുട്ടി മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോ അത് അടുത്ത ഇതിഹാസ ഒരു സ്റ്റെപ്പായിരുന്നു, ഇതിഹാസയിലേക്കുള്ള അടുത്തൊരു സ്റ്റെപ്പായിരുന്നു. ബൈ ചാൻസ് അത് എനിക്ക് കിട്ടിയില്ല, അങ്ങനെ പോയി. അങ്ങനെ ഒരു പരിപാടി. പക്ഷെ ഔട്ട് ചെയ്തിട്ടില്ല. സൂപ്പർ ഷോർട്ട് ഫിലിം ആയിരുന്നു. പക്ഷെ ഇനിയും ചെയ്യാൻ പറ്റുന്ന, കാരണം എല്ലാ വർക്കും കഴിഞ്ഞിരിക്കും. എന്തുകൊണ്ട് ഞാൻ ബിനുവിനെ ലാസ്റ്റും സംസാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് വിടാത്തത്. ശരിക്കും അപ്പൊ ഇതിഹാസയിൽ ഷൈൻഡോന് വരെ കാണേണ്ട ആളായിരുന്നു അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. മീൻസ് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ചോയ്സ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. പ്രൊഡക്ഷൻ ആർക്ക് സെറ്റ് ആവുന്നു എന്നുള്ള രീതിയിൽ അത് നടന്നിരുന്നെങ്കിൽ ഷെയ്ൻ തന്നെയാണ് അതിന് ആപ്റ്റ്. 100% ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്തില്ല, നമുക്ക് ടൂല് മാറ്റാം. ഞാൻ ചെയ്ത എത്തില്ല, നല്ല സാധനം. ഇവിടെ ആണെങ്കിൽ ഇതിഹാസ പോലെ മാറാണെങ്കിൽ ആരെടുക്കും, ഏത് ആക്ടർ എടുക്കും? സുരാജണ്ണൻ നാട്ടുകാരുടെ പിടിച്ചു. അതല്ല, ഇപ്പൊ ഞാൻ എനിക്ക് മാത്രമല്ല, നമ്മുടെ അത്യാവശ്യം എല്ലാവർക്കും മിമിക്രി എന്ന് പറയുന്ന ട്രൂപ്പിലൊക്കെ വരണം എന്നുള്ള ആഗ്രഹമൊക്കെ തുടങ്ങിയത് പുള്ളിയുടെ പരിപാടി കണ്ടിട്ടാണ്. കൊച്ചിലെ മുതൽ പുള്ളിയുടെ സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം പുള്ളി ആവണമെന്ന്, അതുപോലെ ആവണമെന്ന് ആഗ്രഹിക്കാനുള്ള കാര്യം, പുള്ളി തൊട്ടടുത്തെല്ലാം ഒരു കാലഘട്ടത്തിൽ പുള്ളിയായിരുന്നു സ്റ്റാർ. ഇപ്പൊ സ്റ്റേജ് പുള്ളിയായിരുന്നു സ്റ്റാർ, അവിടുന്ന് പുള്ളി ടി വിയിലേക്ക് വന്നു, പുള്ളിയായിരുന്നു. അപ്പോൾ പുള്ളി വരുമ്പോൾ പുള്ളിയായിരുന്നു സ്റ്റാർ. സിനിമയിലേക്ക് വന്നു കൊമേഡിയൻ, പുള്ളിയായിരുന്നു. ഏത് സിനിമയിലും ഫസ്റ്റ് ഓപ്ഷൻ. നേരെ ക്യാരക്ടർ റോൾ ചെയ്ത് തുടങ്ങി, പുള്ളിയായിരുന്നു. വില്ലനായപ്പോഴും പുള്ളിയായിരുന്നു. നേരെ ഇപ്പൊ തമിഴിലേക്ക് പോയി, രജനീകാന്തായി, വിക്രമായി. ഇപ്പൊ എന്റെ ലേറ്റസ്റ്റ് ഞാൻ സുരാജിനോട് സംസാരിക്കുമ്പോൾ ധനുഷിന്റെ എങ്ങാണ്ട് വില്ലനാ, അങ്ങനെ എങ്ങാണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അല്ല അതിടണ്ട കേട്ടോ, അങ്ങനെ എങ്ങാണ്ട് കേൾക്കുന്നുണ്ട്. ധനുഷ് അങ്ങനെ കേൾക്കുന്നു, എനിക്കറിയില്ല, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് തുടങ്ങിയതാ. അല്ലേ, നമ്മള് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു സാധനമില്ലേ, അപ്പൊ അത് വരുന്ന മേഖലയിലൊക്കെ അതിന്റെ അതാണ് അത്. യെസ്, അടിപൊളി. റാഫി ബ്രോയ്ക്ക് അത് ഉത്തരം ആദ്യമേ കിട്ടിയ ആണോ? വേറെ ഓപ്ഷൻ ഇല്ല. യെസ്, ആൻഡ് ഫാസ്റ്റ് ആയിട്ട് 24 മൂവിയിലെ പോലെ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ ടൈം ട്രാവൽ ചെയ്തിട്ട് പുറകോട്ട് പോയിട്ട് നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടും. ചിലപ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പായിരിക്കാം, ഇതിന് ശേഷമായിരിക്കാം. നമുക്ക് സിനിമയിൽ വരുന്നേക്കാൾ മുമ്പ് പണ്ടത്തെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാൽ ഈ സിനിമയിൽ നേരെ വിടുന്നുണ്ട്. ഡീക്യൂല് ചോക്ലേറ്റ്. അത് ചോക്ലേറ്റ് റിയൽ ലൈഫിൽ ആഗ്രഹമുള്ളതുകൊണ്ടല്ലോ 3000 പെമ്പിള്ളേർ. റിയൽ ലൈഫ് അല്ലാട്ടാ, നമ്മള് സിനിമ. ഇഷ്ടമാണ് ആ ഒരു ക്യാരക്ടർ. അങ്ങനെ വന്നിട്ടുള്ള ഒരു പ്രമേയം അടിപൊളി രസമുള്ള എനിക്ക് ആഗ്രഹമുണ്ട്. ചോക്ലേറ്റിൽ അഭിനയിക്കുന്നതാണ്. ഓക്കെ, ദിലീപേട്ടൻ. അല്ല, എനിക്ക് അത് ഭയങ്കര എൻ്റെ ഫേവററ്റ് ലിസ്റ്റിലുള്ള പടമാണ്. പിന്നെ എന്താ പറയാ, അത് എവിടെ തൊട്ടാലും ചിരിയാണ്. പിന്നെ ലെജൻസിന്റെ കൂടെ അഭിനയിക്കാം. അതെ, ഫ്രെയിം തന്നെ. പിന്നെ ഏത് ഫ്രെയിം വെച്ചാലും ലെജൻസ് ആണ്. ഇപ്പൊ കുറച്ചുപേരില്ല ആ കൂട്ടത്തിൽ, പക്ഷെ എന്നാലും അവരോട് അഭിനയിക്കാമല്ലോ. അതെ, CID മൂസയാണ്. ഏറ്റവും കൂടുതൽ ഓടിയത് ഗോഡ് ഫാദർ അല്ലേ? ഗോഡ് ഫാദർ, പിന്നെ ചിത്രം. ഓക്കെ, അപ്പൊ ഗോഡ് ഫാദർ അതൊരു വൻ അല്ലേ സിനിമയാണ്. നീ ഷോലെ പറ. ഇല്ല, ഏതായിരിക്കും?
ഇവനത് പറയും, എനിക്കറിയാം. മഹാബലിപുരം പാലത്തിന്റെ മുകളിൽ ഇഷ്ടംപോലെ തുപ്പിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ടൈറ്റാനിക് എന്തുകൊണ്ടാന്ന് കൂടി ചോദിക്കണം. ഞാൻ ഡിക്കാപ്രിയോ ഫാനാണ് ഭയങ്കരമായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിനും റീസൺ ഉള്ളത്. ഞാന് മലയാളം പറ്റുവച്ചപ്പോ ഞാൻ നേരത്തെ വിക്രം പോയ പോലെ ഇനി തമിഴിലോട്ടോ തെലുങ്കൊക്കെ നേരെ വിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകള്. അതെ, ഗംഭീര ആക്ടറാണ്. അതെ. നമുക്ക് നേരത്തെ കേസ് പറഞ്ഞ പോലെ ഡിക്കാപ്രിയോക്ക് ഇതുപോലെ ഓസ്കർ കുറെ കഴിഞ്ഞിട്ടാണ് അല്ലെ ഡിസേർവിംഗ് ആയിട്ട് കിട്ടുന്നത്. അതെ, വൈകിയാണെന്നുള്ള സംഭവം കൂടി ഉണ്ട്. വല്ലപ്പോഴും ഉത്തരം മലയാളം ആവാട്ടാ. അന്യൻ സിനിമയെ പോലെ ഫൈനലി അന്യൻ സിനിമയെ പോലെ പല പല അല്ലെ മാറി ക്യാരക്ടർ മാറുന്നുണ്ട്. ഇങ്ങനെ മാറുന്നത് നിങ്ങൾക്ക് മലയാളത്തില് ഒരു ക്യാരക്ടർ ഇനി മലയാളം ഒരു ക്യാരക്ടർ എടുക്കാൻ മലയാളം ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല. അല്ല, മനസ്സിലായി. പക്ഷെ ഒരു ക്യാരക്ടർ ആയിട്ട് മാറാണെങ്കിൽ ഏത് ക്യാരക്ടർ? എനിക്ക് ഈ ക്യാരക്ടർ കിട്ടില്ലേ, അതില് ആ പുള്ളി പഠിപ്പിക്കുന്ന പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. മനസ്സിലായി. എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ കുറെ നാളെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ടുള്ള സിനിമകളിലാണ്. ഓക്കെ, അതായത് നീ അത് പറയൂലേ, ഞാൻ എളുപ്പമുണ്ടെന്നറിയാമോ? എല്ലാത്തിനും ഇപ്പൊ ദുൽഖറിന്റെ ഏതെങ്കിലും പടത്തിൽ വേഷം ആലോചിച്ചോണ്ടിരിക്കുകയാണ്. യെസ്, അവിടെ കരാട്ടെ കിഡിലെ ക്യാരക്ടറാണ് അനീഷേട്ടനോ? ക്യാരക്ടർ ആട്ടാ ഒരു ഇത്. അതെ, മനസ്സിലായി. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ കണ്ടിട്ട് നമുക്ക് തോന്നി ഈ വേഷം ഞാൻ ആരും ചെയ്തിരുന്നെങ്കിൽ. അത് ഒരുപാട് തോന്നും. അങ്ങനെ ഒരു ചാൻസ് തരാണ്. പക്ഷെ അങ്ങനെ പണ്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ 90s സിനിമകളൊക്കെ പറയാം. അല്ല, എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ സീരിയസ്ലി എന്ന് വെച്ചാൽ എല്ലാം ഇഷ്ടമാണ്. ഓക്കെ, ഏതായിരിക്കും അനീഷേട്ടന് വേറൊരു ഇതിൽ കൊടുക്കാം. ഇപ്പൊ മെയിൽ ക്യാരക്ടേഴ്സ് പോലെ പറയുന്നു. അതല്ലാതെ നമുക്ക് കുറെ അല്ല കിടലം നായികമാരുള്ള നടിമാരുള്ള അഭിനേത്രികളുള്ളതാണ്. ഒരു ഫീമെയിൽ ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും? അങ്ങനെയല്ല, അങ്ങനെ അതുകൊണ്ട് പറഞ്ഞല്ല. ഒരു പെർഫോമൻസ് സീരിയസ്ലി മറ്റേ മഞ്ജു വാര്യര് കന്മതത്തിലൊക്കെ ചെയ്ത പക്ഷെ എനിക്കാണെങ്കിൽ നാഗവല്ലി ചെയ്തായിരുന്നു. ഇതെല്ലാം കൂടി ചെയ്യുമ്പോ പക്ഷേ അനീഷേട്ടൻ മറ്റേ ലൈന അത് സ്വപ്നം കാണുമ്പോ വരെ നമുക്കൊരു ലിമിറ്റ് വെച്ചിട്ട് സത്യം. ഇപ്പൊ ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ലാലേട്ടൻ ആയിരുന്നെങ്കിൽ ഏതെടുക്കുമായിരുന്നു? ലാലേട്ടന്റെ എല്ലാം വേറെ ലെവൽ സാധനങ്ങളാണ്. മീൻസ് അങ്ങനെയല്ലേ പറഞ്ഞത്, നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു പരിപാടിയാണ്. സ്വപ്നം കാണാൻ പോലും എനിക്ക് അതിനൊന്നും അർഹതയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പൊ ഒരു വേഷം ലാലേട്ടനെ പറയണെങ്കിൽ ഏതായിരിക്കും ചെയ്യാൻ? സംരംഭത്തിലെ വിയറ്റ്നാം കോളനി, നിരഞ്ജൻ, വിയറ്റ്നാം കോളനി നമുക്ക് ഈസിയാ. വിയറ്റ്നാം കോളനി അത് അടിപൊളി ഇപ്പൊ ഈ അടുത്ത സീൻ വന്നിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ. അപ്പൊ ആ സമയത്ത് പറയുമ്പോ അത് ഇറങ്ങി പായ എടുത്ത് വരുമ്പോ ഒരു പട്ടി അവിടെ ഉണ്ടായിരുന്നു. അത് റിയൽ ആയിട്ട് മറ്റേ റോപ്പ് തടഞ്ഞ് വീഴുന്നില്ലേ, ആ സാധനം ഭയങ്കര റിയൽ ആയിട്ട് ചെയ്തിട്ട് പോസ്റ്റില് പിടിക്കുന്ന സാധനമൊക്കെ അങ്ങനെ ചെയ്തതാ, ഡ്യൂപ്പില്ലാതെ. ഞങ്ങൾ ഈ ജഗദീഷ് സാറിൻ്റെ ഒപ്പം കുറേ ഷോക്കിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് സാറിൻ്റെ അടുത്ത് പഴയ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കലാണ്. ഈ വന്ദനത്തിൻ്റെ സമയത്ത് എങ്ങനെയായിരുന്നു, ഇതിൻ്റെ സമയത്ത് എങ്ങനെയായിരുന്നു, പഴയ പുള്ളി അഭിനയിച്ച സിനിമകളുടെ എല്ലാം. അപ്പോൾ സാർ ഇതുപോലത്തെ പഴയ കുറേ ഇൻസിഡൻസ് പറഞ്ഞു തരും. ആ ഈ വന്ദനത്തിലല്ലേ മറ്റേ സൈക്കിളെല്ലാം കഴിഞ്ഞിട്ട് ജഗദീഷ് സാർ ഒരു മരത്തിൻ്റെ മുകളിൽ പോയിട്ട് മരം ഒടിഞ്ഞു വീഴുന്ന ഒരു സാധനമില്ല, ഒടിഞ്ഞതൊക്കെ അതില് യഥാർത്ഥത്തിൽ ഒറിജിനലി ആ മരം ഒടിഞ്ഞിട്ടുണ്ട്. ഒടിഞ്ഞ് ജസ്റ്റ് രക്ഷപ്പെട്ടു വന്നതാണ് ജയ സാർ. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസിഡന്റ് നമുക്കറിയില്ല. ഇവരുമായിട്ടും സംസാരിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ഇപ്പോഴത്തെ അത്രയും ടെക്നോളജി ഇല്ലല്ലോ, അന്ന് കുറച്ചുകൂടെ റിസ്ക് എടുത്തിട്ടല്ലേ ഇവരെല്ലാം ചെയ്തേ. അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പൊ തന്നെ പറയണ്ടത് സ്ഫടികം തെലുങ്കിൽ പോകുന്ന സമയത്ത് ഇവിടെ ഈ പാറപ്പുറത്തും വെയിലത്തും കാര്യങ്ങളിൽ നിന്ന് ഇവിടെ വരുമ്പോ സ്റ്റുഡിയോയിലെ AC ഫ്ലോറിൽ ചെയ്തേന്നുള്ള അത് ഇപ്പൊ ഈ അടുത്ത് രൂപേഷ് പിതാവുണ്ട് കുട്ടിക്കാലം രൂപേഷേട്ടൻ പറയുന്നുണ്ട് അത് വീണ് ലാസ്റ്റ് ടേക്കില് ഫ്രാക്ചർ ആയി ലാലേട്ടന്റെ. എന്നിട്ട് അത് വീണ്ടും നല്ല ടേക്കായപ്പോ വീണ്ടും ഇടിപ്പിച്ചതാ. പക്ഷെ പിന്നെ
പറയുന്നു അത് ആക്ച്വലി നല്ല ടേക്ക് ആയിരുന്നു മുമ്പത്തി കുറച്ചുകൂടി എന്ന് പറഞ്ഞ പോലെ. യെസ്, പറയൂ, ആരായിരിക്കും? വല്യേട്ടൻ. വല്യേട്ടൻ. അല്ല, എനിക്ക് 3 അനിയന്മാരാണ്. ഏറ്റവും ഇളയവൻ എന്നെ വല്യേട്ടാന്ന് വിളിക്കണേ. അപ്പൊ ഞാൻ വല്യേട്ടനാണല്ലോ. ആണ്. ശരിക്കും റിയൽ ലൈഫിലും ആണ്. അപ്പൊ അതുകൊണ്ട് വല്യേട്ടൻ. അറക്കൽ മാധവനുണ്ടി. അതെ, അല്ലാത്ത ഒരെണ്ണം. കുബേരനകത്ത് മടിച്ചടച്ചിരുന്നത്. അത് കൊള്ളാം. സതീർത്തിയോ ചേച്ചിയെ ഇതറിയോ, ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. അതായത് ഈ സിനിമ ഇയാളോട് കഥ പറയുന്നു, പ്രൊഡ്യൂസറിനോട് കഥ പറയുന്നു. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ പഞ്ചാബി ഹൗസ് നായകൻ ആത്മഹത്യ ചെയ്യുന്നു, ഇനി എന്താ ബോട്ടിൽ ഒരു 3 പേര് വരാൻ, അതുപോലെ വരില്ലേ? കുബേരനില് അവരവിടെ എത്തി, ഇനി എന്താ? അതായത് സിനിമ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കാനുണ്ടാവും വിചാരിക്കുന്ന സമയത്ത് ഇതുവരെ സിനിമ അത്ര ഇതല്ലല്ലോ, കുറച്ച് ഇമോഷൻ പരിപാടിയാണല്ലോ, വെയിറ്റ് ചെയ്യുക, ആള് വരാനും സംഭവം. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നതിൽ ഒന്നായിരുന്നു ഈ കുബേരനിലെ മണിച്ചേട്ടൻ. അതുപോലെയായിരുന്നു മറ്റേ പുലിവാൽ കല്യാണത്തിന് രണ്ടുപേരും മുംബൈയിൽ നിന്ന് കാറ് സലിവേണ്ട അരിപ്പിക്ക് 2 പേര് കാറ് കയറിയിട്ട് പടവാള വരാനുണ്ട്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് അത് ഈ അടുത്ത് തന്നെ പറഞ്ഞിരുന്നില്ലേ, ജേസന് പറഞ്ഞു തോന്നുന്നു, അതിലത്തെ നായകൻ ശരിക്കും പടവാളിലാണ്. അത് കളിക്കണായിരുന്നു. ഞാൻ ഫൈനലി പിന്നെ നിധിയും ഭൂതവും അത് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞ് പ്രേക്ഷകൻ അത് എത്തരത്തിൽ ഓർത്തു വെക്കുന്ന ഒരു ചിത്രമാണെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ? ഒരു നോർമൽ ചിത്രമായിരിക്കും, പക്ഷെ അതിനകത്ത് നമുക്ക് ത്രില്ലർ ഉണ്ട്, മിസ്റ്ററി ഉണ്ട്, എല്ലാ പ്രായക്കാരും കാണാം. ചിൽഡ്രൻസ് ഡേ ഉണ്ട്, എല്ലാ പിള്ളേരും എല്ലാ വീട്ടുകാരും നിന്ന് 14 തിയേറ്ററിൽ നിന്ന് പടം കാണണം. തീർച്ചയായിട്ടും ചിരിക്കാനുണ്ട്, ത്രില്ലറാണ്, എല്ലാം ഉണ്ട്, എല്ലാ പരിപാടിയും. ഇതിന്റെ അവാർഡ് നേട്ടം പറയുമ്പോൾ ഒരാൾ പറയാതെ വയ്യ. നല്ല റോൾ ചെയ്തിട്ടുണ്ട്. ബാസിയേട്ടൻ ബെസ്റ്റ് ഡബിംഗ് ആർട്ടിസ്റ്റ് അല്ലെ, അവാർഡ് കിട്ടിയുള്ള സമയം കൂടിയാണ്. ആക്ച്വലി ഇന്ന് ബാസിയേട്ടൻ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ഈ ഫംഗ്ഷന്റെ ഇടയ്ക്ക് ഒരു കേക്ക് കട്ട് ചെയ്യണമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക്. ബാസിയേട്ടൻ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇരിക്കേണ്ടതാണ്, പക്ഷേ അവാർഡ് കിട്ടിയതിന്റെ അനുമോദനങ്ങളുടെ ബഹളം നടക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരും. ഇന്നത്തെ ഈ പ്രൊമോഷന്റെ ഇടയ്ക്ക് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചിത്രത്തിന്റെ വിജയം ബാസിയേട്ടനും കൂടി ഉള്ളതാണ്. അപ്പൊ എന്തായാലും ഭൂതകഥകൾ കേട്ട് നമ്മൾ രസിച്ച കുട്ടിക്കാലത്തേക്ക് ഒരു ചിൽഡ്രൻസ് ഡേ, കുട്ടികളുടെ ദിവസം തന്നെ സിനിമ കൂടി എത്തുകയാണ്. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും പറക്കട്ടെ, പ്രകാശിക്കട്ടെ. പടം കാണണം, പ്രത്യേകിച്ച് പിള്ളേരൊക്കെ പോയി കാണണം, എല്ലാവരും പോയി കാണണം അല്ലേ? റാഫി DQ.